എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസം തീരും മുമ്പ് ഈ നക്ഷത്ര ജാതകർ ലക്ഷപ്രഭുക്കൾ ആകും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കുന്ന ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചും ഓഗസ്റ്റ് മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ഇവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ട് പുരോഗതി നേടാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ലോട്ടറി പരീക്ഷണമൊക്കെ നടത്തിയാൽ വിജയസാധ്യതകളും ഇവർക്ക് വളരെ കൂടുതലാണ്. സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കുന്നതോടൊപ്പം ചിലവുകളും കുറഞ്ഞു തുടങ്ങും. നല്ല നല്ല സുഖ അനുഭവങ്ങൾ ഇവർക്ക് ലഭിച്ചു തുടങ്ങും. പലവിധ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. മനസ്സിന് സ്വസ്ഥത വർദ്ധിക്കും. മക്കളുടെ രോഗാവസ്ഥകൾ മൂലം കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ശത്രുഭയവും രോഗഭീതിയും ഈ സമയത്ത് കൂടുതലാണ്. ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനഭ്രംശം ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രായോഗിക ബുദ്ധി പലപ്പോഴും പരാജയപ്പെടും. സന്താന ഉൽപാദനത്തിനായിട്ട് ചികിത്സ ചെയ്യുന്നവർക്ക് ഫലം കാണും. ധനലാഭങ്ങൾ ഉണ്ടാകും. ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും സാധ്യമാകും. ദാമ്പത്യ പ്രശ്നങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം വേണ്ടവർക്ക് അതിനായിട്ട് ശ്രമിക്കാം. സർക്കാർ ജോലിക്കാർ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം. ഗവൺമെൻറ്റിൽ നിന്നുള്ള ചില സഹായങ്ങൾ ലഭ്യമാകും. കാര്യതടസ്സങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെത്തിപ്പൂമാല ചാർത്തി നെയ്പായസം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. പണത്തിൻ്റെ കാര്യത്തിൽ വഞ്ചനയിലും കൃത്രിമത്തിലും അകപ്പെട്ടു പോയവർക്ക് അതിൽ നിന്ന് ഒന്ന് കരകയറാൻ തുടങ്ങുന്ന ചില നല്ല സാഹചര്യങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ പ്രതീക്ഷിക്കാം. വീട്ടിൽ സമാധാനം നിറഞ്ഞ അന്തരീക്ഷവും ഇനി ഇവർക്ക് ലഭിക്കും. തൊഴിൽ രംഗത്ത് ചില സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാനഹാനിയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ധനാഗമവും ധനനേട്ടവും ഉണ്ടാകും. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം വർദ്ധിക്കും. ദുർജനങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കുക. പനി, ചുമ, രക്തസ്രാവം, ഉദരബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. കഴിയുന്നതും ശസ്ത്രക്രിയകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. സർക്കാർ ഓഫീസുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശത്രുഭയം കുറഞ്ഞു തുടങ്ങും. കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. വഴി നടക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളുമായി കൂടിച്ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പുതിയ ഗൃഹനിർമ്മാണത്തിനായിട്ടും ശ്രമം തുടങ്ങാം. തൊഴിൽ രംഗം മെച്ചപ്പെടും. നാൽക്കാലികളുടെയും ഭൂമിയുടെയും കച്ചവടം മെച്ചപ്പെടും. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുര സുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇവർക്കും ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ അനുഭവിക്കേണ്ട ഒരു സമയമാണ് ഓഗസ്റ്റ് മാസത്തിൽ ഉള്ളത്. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സ്വയം തൊഴിലിൽ കൂടുതൽ മുതൽ മുടക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ
നല്ല അവസരമാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസഹായം ലഭിക്കും. മറ്റുള്ളവരുടെ വഞ്ചനയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. സുഖമായ ഉറക്കം ലഭിക്കും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹം വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. എതിരാളികളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും. ധനസമൃദ്ധി പ്രതീക്ഷിക്കാം. അഭീഷ്ടകാര്യങ്ങൾ സാധ്യമാകും. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. അധികാരശക്തി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ബന്ധുജനങ്ങളുമായിട്ട് വിരോധത്തിൽ ആകും. ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരും. അച്ഛനോ തത്തുല്യവർക്കോ ക്ലേശ അനുഭവങ്ങൾ ഉണ്ടാകും. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. നേത്രരോഗം, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് യുക്തമായ ചികിത്സകൾ വേണം. വിവാഹ ആലോചനകൾ സഫലമാകുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ എല്ലാ നല്ല കർമ്മങ്ങൾക്കും ഫലം കാണും. ചിലവുകളൊക്കെ വളരെ കുറവായിരിക്കും. നല്ലതെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീരക്ഷീണവും ഈ സമയത്ത് വളരെ കുറവായിരിക്കും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് മൂർധന്യതയിൽ എത്താൻ സാധ്യതയുണ്ട്. രോഗാരിഷ്ടതകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ശത്രുഭയം കുറഞ്ഞു തുടങ്ങും. പല കാര്യങ്ങളും സാമർഥ്യത്തോടുകൂടി ചെയ്യാൻ സാധിക്കും. അലങ്കാര സാധനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, നാൽക്കാലികൾ, കൗതുകത്തോടെ വളർത്തുന്ന പക്ഷികൾ ഇവ വാങ്ങാൻ സാധിക്കും. നീച സ്ത്രീകളുമായിട്ടുള്ള സംസർഗം സൂക്ഷിക്കണം. ദൂരയാത്രകൾ വേണ്ടിവരും. മനോദുഃഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും. വിവാഹാദി മംഗളകർമ്മങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. കർമ്മരംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർക്ക് അപവാദം കേൾക്കേണ്ടതായിട്ട് വരും. കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാൻ ഇടയുണ്ട്. ആർത്തവ പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് ബന്ധിയായ അസുഖങ്ങൾ ഇവ കൂടുതലാകാതെ ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർക്കും ഓഗസ്റ്റ് മാസം ഇനിയുള്ള ദിവസങ്ങൾ വളരെ അനുകൂലമായിട്ട് തന്നെ വരും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഫലം കാണും. പലവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനനഷ്ടങ്ങൾ ഒട്ടും കുറയുകയില്ല. അത് ശ്രദ്ധിക്കണം. ജോലിക്ക് കരാർ എടുക്കുന്നവർക്ക് ഇനിയുള്ള ദിവസങ്ങൾ നല്ല പ്രവൃത്തികൾ പ്രതീക്ഷിക്കാം. പലവിധ അനർത്ഥങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തുടങ്ങും. മനോവ്യാധികൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും നീങ്ങും. നല്ല രീതിയിൽ സംസാരിക്കുമെങ്കിലും മറ്റുള്ളവർ അത് മോശമായ നിലയിൽ എടുക്കാൻ സാധ്യത കൂടുതലാണ്. കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ചില മനോദുഃഖങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നവർക്ക് ബന്ധുക്കളുടെ ഇടപെടൽ മൂലം അതിൽ നിന്ന് കരകയറാൻ സാധിക്കും. വാതരോഗത്തിൻ്റെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. അവിചാരിതമായ ചില പ്രധാന കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. പ്രാർത്ഥനകൾക്ക് ഫലം കാണും. ഭയം കുറഞ്ഞു തുടങ്ങും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ധനാഗമങ്ങൾ ഉണ്ടാകും. സ്ഥാനമാനങ്ങൾക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. പ്രായോഗിക ബുദ്ധിയും വാക്സാമർഥ്യവും കൊണ്ട് എല്ലായിടത്തും വിജയിക്കാനാകും. ഇഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങൾ ലഭിക്കും. ബന്ധുജന സഹായം ലഭിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങളും ബന്ധുക്കളുടെ സഹായവും ലഭിക്കും. സന്താനങ്ങൾ അകന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കേസുകാര്യങ്ങളിൽ വിജയം ഇവർക്കൊപ്പം തന്നെയാണ്. വിവാഹ ആലോചനകൾ ഫലവത്താകും. പുനർവിവാഹ ആലോചനകളിലും ചില തീരുമാനങ്ങൾ ഉണ്ടാകും.
ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾ കലഹത്തിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് എള്ളുപായസം നിവേദിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.